ബിസിനസ്സിൽ കടം കൊടുക്കരുത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതെ, കടം കൊടുക്കാം, പല ക്രൈറ്റീരിയാസ് ഉണ്ട്, പക്ഷെ പരമാവധി നമ്മൾ കടങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പേഴ്സണലി ഒരാൾക്ക് കടം കൊടുക്കാമോ? എന്താണ് ഹനീഫിക്കയുടെ അഭിപ്രായം? അല്ല, പേഴ്സണലി ബിസിനസ്സിൽ ഓക്കെ, ഞാൻ നിങ്ങൾ പറഞ്ഞ നമ്മൾ ഒരുപാട് കാര്യം സംസാരിച്ച് പോയ കാര്യം പേഴ്സണലിയും ആ ബിസിനസ് പോലെ തന്നെ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ഇപ്പോൾ ഇന്നലെ കുറച്ച് മുമ്പ് നമ്മളൊരു വീഡിയോയിൽ കേട്ട് ഫ്രണ്ട്സിന് കടം കൊടുക്കാം, നമ്മുടെ കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി അവനെ ശത്രുവായി, ഇത്രേ ഉള്ളൂ. അഭിഷാദിന്റെ വീഡിയോയിലാണ് ഫ്രണ്ട് ആവും. അതെ, പക്ഷെ ഒരു വട്ടേ കൊടുക്കാവും, ഒരു പ്രാവശ്യം രണ്ടാം വട്ടം കൊടുത്താൽ വീണ്ടും ശത്രുവാകും. എന്ന പോലെ പേഴ്സണലി നമ്മൾ ആവശ്യം കടം കൊടുത്താലും ശത്രുവാകും, കടം കൊടുത്തിട്ടില്ലേലും ശത്രുവാകും. അപ്പൊ പിന്നെ എന്തിനു കടം കൊടുത്ത് പൈസ കളഞ്ഞ് ശത്രുവാക്കണം എന്നുള്ളത് വളരെ നർമ്മത്തോടു കൂടി അദ്ദേഹം അവതരിപ്പിച്ചു. പക്ഷേ ജെന്യൂനിറ്റി നമ്മൾ അന്വേഷിക്കണം. ഹനീഫിക്ക, ഈ കടം കൊടുക്കുന്നതിന് ഇതിനും നല്ലൊരു മാർഗം നമുക്കുണ്ട്. നമുക്ക് കടം കൊടുക്കണമെന്നുണ്ട്, ഒരാൾ കടം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഏത് ലെവലിൽ നമുക്കത് കൊടുക്കണം എന്നറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മളത് അവരെ തിരസ്കരിക്കുന്നത്. അതിന് നമുക്കൊരു തന്ത്രമുണ്ട്, പറഞ്ഞു തരട്ടെ? പറയട്ടെ, നടക്കാം. അതെ ഹനീഫിക്ക, നമ്മൾ ഒരു 2-3 ആഴ്ച മുന്നെയാണ് നമ്മളുടെ ഒരു ബിസിനസ് സുഹൃത്തിനോട് ഈ കാര്യം ഡിസ്കസ് ചെയ്ത്. അന്ന് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കടം കൊടുക്കുമ്പോൾ അയാൾ തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ, കൊടുക്കുന്ന ആർക്കാണോ കൊടുത്തിട്ടുള്ള ആ വ്യക്തി ആ പൈസ തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ നമുക്ക് വളരെ വിഷമമാണ്, അല്ലേ? ഒരു പക്ഷെ നമ്മൾ ചോദിക്കുന്നുണ്ടാവില്ല, പക്ഷെ ആ പൈസ ഒരു മൊമെന്റിൽ നമുക്കൊരു പക്ഷേ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ചോദിക്കാൻ മടിക്കും, ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ തരും, അല്ലെങ്കിൽ തരാത്തൊരവസ്ഥയിൽ വളരെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ അപ്പോൾ ആ ഒരു സമയത്ത് പോവുക. ഈ വിഷമം ഒഴിവാക്കാനുള്ള ഒരു മാർഗം അദ്ദേഹം ഒന്ന് ഷെയർ ചെയ്തു. അതായത് നമ്മൾ ഇപ്പോൾ 100 രൂപ നമുക്ക് കിട്ടുന്നു. അതെ, ഒരു 5 രൂപ എടുത്തിട്ട് നമ്മളൊരു ഭിക്ഷയായിട്ട് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കുകയാണ്. അതെ, ഒരു ഭക്ഷണം കിട്ടാതെ അലയുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ പട്ടിണി പാവങ്ങളിലായിട്ട് ചില ആളുകൾ കൊടുക്കുക, ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടുമോ? ഇല്ല, കിട്ടില്ല. ഇല്ല, അല്ലേ? നമുക്ക് അത് കൊടുത്തതിൽ വിഷമമുണ്ടോ? ഇല്ല. അത് പോകുന്നതിൽ വിഷമമുണ്ടോ? അപ്പൊ നമ്മളുടെ വരുമാനത്തില് ഒരു പെർസെന്റേജ് നമ്മളൊരു സെക്കൻഡ് അക്കൗണ്ട് ആയിട്ട് നമ്മൾ മാറ്റി വെക്കുക. 1000 രൂപ നമുക്ക്, അല്ലെങ്കിൽ 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 5 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ നമ്മൾ മാറ്റി വെക്കുക. ഇത് നമ്മളുടെ ലോൺ അക്കൗണ്ട് ആണ്. ഓക്കെ, ആര് കടം ചോദിച്ചാലും നമുക്ക് കൊടുക്കണം, അവർ അർഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഈ പൈസ കടം കൊടുക്കുക. ഈ പൈസ നമ്മൾ കടം കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തിരിച്ചു തരാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം ആളുകൾക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. നമ്മൾ ആ ലോൺ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ആ പൈസ തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത് നമ്മൾ മറ്റുള്ള ആളുകളോടൊന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാണ്. അതൊരിക്കലും തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷയില്ലാതെ നമ്മൾ ഈ തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷ വെക്കുന്നിടത്താണ് നമ്മൾ ഡിസപ്പോയിന്റ്മെന്റ് ആവുന്നത്. ആ ഡിസപ്പോയിന്റ്മെന്റ് വരാതിരിക്കണം തന്നെ നമുക്ക് എക്സ്പെക്ടേഷൻസ് വേണ്ട. നമ്മളിപ്പോ ഇതൊരു ഇത് അർഹിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു ചോദിക്കുമോ? ഇല്ല. തിരിച്ച് എക്സ്പെക്ട് ചെയ്യോ? ഇല്ല. അപ്പൊ നമ്മളുടെ കൂട്ടുകാർക്ക് കൊടുക്കുമ്പോഴും ഇങ്ങനെ ഒരു ലോൺ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരത് തിരിച്ചു തരുമ്പോൾ അത് തിരിച്ച് അതേ ലോൺ അക്കൗണ്ടിലോട്ട് പോവുക. അതെ, വീണ്ടും അതിന്ന് കൊടുക്കുക. നമുക്ക് കിട്ടുന്ന വരുമാനത്തില് മേ ബി നമ്മൾ 10 രൂപ മാറ്റി വെക്കുന്നതിൽ കുറച്ച് നമുക്ക് 5 രൂപയാക്കാം, 5% ആക്കാം. ആ ലോൺ അക്കൗണ്ട് വർദ്ധിക്കുന്തോറും നമുക്ക് കൂടുതൽ ആളുകളെ നമുക്ക് സഹായിക്കാം. തിരിച്ചു തരുന്ന ആൾ തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവരോട് പരാതിയില്ല, ഒന്നുമില്ല. തീർച്ചയായിട്ടും ഇവിടെ ഒരു വലിയൊരു കാര്യമാണ് രാജു പറഞ്ഞത്. നമ്മളെ കൂടെ ഇനിയും ബിസിനസ്സുകാരൊക്കെ കാരണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ചെറിയൊരു പങ്ക്, അതെ, ഈ പങ്ക് അവർ മാറ്റി വെക്കണം. അത് ബിസിനസിന്റെ വളർച്ചക്കും അവരുടെ മൈൻഡ്ഫുൾനെസ്സിനും അവരുടെ ചുറ്റുപുറമുള്ള പീസ് ഓഫ് മൈൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു ഫണ്ട് നമ്മൾ മാറ്റി വെക്കുക. അത് കടം കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനോ എന്തിനു എന്നുള്ളതല്ല, എന്തും നമുക്കൊരു ഫ്രീഡം കിട്ടും. നമ്മളെ മുമ്പിൽ വരുന്ന ഒരാളെ മനസ്സറിഞ്ഞ് സ്വീകരിക്കാനും സഹായിക്കാനും. അതെ, അപ്പൊ നമ്മളുടെ ലൈഫ് മുന്നിലോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള മറ്റ്
ബാക്കിയുള്ള ആ 90% വരുമാനം ഉം. നമ്മൾ വേറെ ആൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉം. അത് നമ്മളുടെ കയ്യിൽ തന്നെ, നമ്മളുടെ ലൈഫിൽ നമുക്ക് റിസ്കുകൾ ഉണ്ടാവും, നമ്മുടെ ലൈഫിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ക്യാപിറ്റിക് സിറ്റുവേഷൻ വരാം. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് പണം വേണം. മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ കഴിയുന്നത് നമ്മൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും പണം വേണം. അപ്പൊ ആ പണം നമ്മൾ അതിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യുക. നമ്മളുടെ ജീവിത ചെലവുകൾക്ക്, ദൈനംദിന ചെലവുകൾക്ക്, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ എക്സ്പെൻസസ്, നമ്മളുടെ വീട്ടുകാരുടെ അച്ഛനമ്മമാരെ പരിപാലിക്കേണ്ട എക്സ്പെൻസ് എല്ലാം നമ്മൾ ആ 90% അല്ലെങ്കിൽ 95% നിർത്തിയിട്ട് കടം കൊടുക്കുന്നത് ഈ ഒരു 5% നമ്മൾ നിർത്തുകയാണെങ്കിൽ, തരുന്ന ആളുകളെല്ലാം തന്നെ തിരിച്ചു തരികയാണെങ്കിൽ അതൊരു വലിയൊരു നിധിയായി മാറും. ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കും. നല്ലൊരു തോട്ടാണ്. ഈ ഒരു തോട്ട് നമ്മുടെ ടീമിലേക്ക് നൽകുകയാണ്, നമ്മളെ കേൾക്കുന്ന എല്ലാവർക്കും നൽകുകയാണ്. ഈ ഒരു ഇത് കേട്ടിട്ട് ഒരാളെങ്കിലും ഇത് ചെയ്താൽ അതിന്റെ ഒരു ഗുണം തീർച്ചയായിട്ടും നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതെ, നമുക്കിത് തന്നതും പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. സോ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് നമ്മളുടെ കൂട്ടായ്മകളിലോട്ട്, നമുക്കറിയാവുന്ന ആളുകളിലോട്ട് എത്തിക്കും. എൻ്റെ ലൈഫിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ചെറിയൊരു എമൗണ്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പൈസയിൽ നിന്നൊരാൾക്ക് എടുത്ത് കൊടുക്കുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാക്കാത്ത രീതിയിലാണത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പീസ് ഓഫ് മൈൻഡ് അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. നല്ല നല്ല ബന്ധങ്ങൾ നിലനിർത്തുവാനും നമുക്ക് സാധിക്കും. ഓക്കെ, ഇന്നത്തെ സ്മൈൽ ടാക്കിന്റെ നമ്മളെ ഇത് അവിടെ അവസാനിക്കുകയാണ്. സ്മൈൽ ടാക്ക്.